ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? മൾട്ടിപ്ലിക്കേഷനിൽ എന്തായിരുന്നു പഠിച്ചേ? എന്താ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാല്? എന്താ പറഞ്ഞ ഇന്നലെ മിസ്? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ അലൻ ജോസഫ്? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അറിയുന്നത് പോലെ പറഞ്ഞോ. എന്താ മൾട്ടിപ്ലിക്കേഷൻ? ഗുണപട്ടിക. ഗുണനപ്പട്ടിക. ഗുണനപ്പട്ടിക മാത്രാണോ? അങ്ങനെയാണോ പറഞ്ഞേ? അങ്ങനെയാണോ പറഞ്ഞേ? ആരാ പറയുന്നേ? റിച്ചാർഡ്, എന്താ മൾട്ടിപ്ലിക്കേഷൻ? അറിയില്ല. അറിയില്ലെന്നോ? എന്നാ അമൃത പറഞ്ഞേ, എന്താ മൾട്ടിപ്ലിക്കേഷൻ എന്താന്ന് പറഞ്ഞേ? രണ്ടും രണ്ടും 4. രണ്ടും രണ്ടും 4. അതാണോ മൾട്ടിപ്ലിക്കേഷൻ? ആണോ? വേറെ ആരാ പറഞ്ഞിരുന്നേ നോക്കട്ടെ? മൾട്ടിപ്ലിക്കേഷൻ എന്താന്ന് ഇന്നലെ മിസ് പഠിപ്പിച്ചതാ. അപ്പൊ അത് ആരാ പറഞ്ഞു തരുന്നേ നോക്കട്ടെ? നൈല പറഞ്ഞേ, എന്താ മൾട്ടിപ്ലിക്കേഷൻ? Adding same two numbers. ആഡിങ് സെയിം നമ്പേഴ്സ് അല്ലേ? റിപ്പീറ്റഡ് അഡീഷൻ ഓഫ് സെയിം നമ്പേഴ്സ്. എന്താ ഹാദി പറഞ്ഞേ? അഡീഷന്റെയും സബ്ട്രാക്ഷന്റെയും കണ്ടിന്യൂഷൻ. അഡീഷന്റെയും സബ്ട്രാക്ഷന്റെയും കണ്ടിന്യൂഷൻ ആണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. അതിൽ അഡീഷന്റെ കണ്ടിന്യൂഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അതായത് ഒരേ നമ്പർ തന്നെ കുറെ തവണ ആഡ് ചെയ്തതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയുന്നതിനാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എന്താ ഇഫുന? വീഡിയോ ഓഫ് ആക്കിയത് മോളെ ഇവിടെ ക്യാമറ കേടായതുകൊണ്ടല്ല, അത് നേരെ നിൽക്കുന്നില്ല, അതുകൊണ്ട് ഓഫ് ആക്കിയതാ. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാല് ഒരേ നമ്പർ കുറെ തവണ ആഡ് ചെയ്യുന്നതിനെ ഷോർട്ട് ആക്കിയിട്ട് പറയുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ. Adding many numbers, adding same numbers many times. അല്ലേ? പേജ് നമ്പർ 71 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 71 എടുത്തോ? അതിനകത്ത് എക്സസൈസ് 3.1 കണ്ടോ? നമ്പർ ലൈനില് നമ്മള് ഒരു നമ്പർ തന്നെ കുറെ തവണ ആഡ് ചെയ്യുന്നത് കണ്ടോ? ആ നമ്പർ ലൈൻ ഒന്ന് നോക്കിയേ. ആഡ് യൂസിങ് ദ നമ്പർ ലൈൻ. എക്സസൈസ് 3.1 കൊടുത്തിരിക്കുന്ന നമ്പർ ലൈൻ ഒന്ന് നോക്കിയേ. 2 എന്ന് പറയുന്ന നമ്പർ എത്ര തവണ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്? 1 2 3 4 5 6 ടൈംസ് 2 ആഡ് ചെയ്യുന്നുണ്ട്. 6 ടൈംസ് 2 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്പർ ലൈൻ നമ്മൾ എവിടെ എത്തുന്നു? എവിടെ എത്തുന്നേ? 12 എത്തുന്നു അല്ലേ? 12 എത്തുന്നേ. അപ്പൊ 6 into 2 എന്ന് പറയുന്നത് 12. 2 plus 2 plus 2 plus 2 plus 2 plus 2 is equal to, അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് 12 എന്ന് എഴുതാൻ. അവിടെ 12 എന്ന് എഴുതിക്കോ. എഴുതിയോ? നെക്സ്റ്റ് പേജ് എടുത്തേ. അവിടെ കുറെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 72 കുറെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതില് ആദ്യത്തേത് എന്താ? ഫസ്റ്റ് പിക്ചർ അതെന്താ? അത് ലെമൺ അല്ലേ? ചെറുനാരങ്ങയല്ലേ? ആണോ? എനിക്ക് കാണുമ്പോ അങ്ങനെയാ തോന്നുന്നേ. ഇറ്റ്സ് എ ലെമൺ. ഓക്കെ, 3 ലെമൺസ് വീതമുള്ള 3 ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലേ?
3 lemons വീതമുള്ള 3 ഗ്രൂപ്പ്സ് ഉണ്ട് അവിടെ. 3 + 3 + 3 എത്രയാ? 3 + 3 + 3 എത്രയാ? 3 + 3 + 3 3യും 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 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 9 കിട്ടും. ഇപ്പോഴെന്താ ആരോ ഫിംഗേഴ്സ് വെച്ച് കാണിച്ചു തരാത്ത ആൻസർ? അല്ലെങ്കിൽ ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഫിംഗേഴ്സ് വെച്ചിട്ട് ആൻസർ കാണിച്ചു തരുമല്ലോ. ഇപ്പൊ എന്തായാലും കാണിച്ചു തരാത്തെ? മടിയായോ? ഓക്കെ, 3 + 3 + 3 എത്രയാ? 9. 3 + 3 + 3 3 times 3 ആഡ് ചെയ്യുന്നതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് എങ്ങനെ പറയുന്നു? 3 × 3. 3 × 3 = 9. അതിന്റെ തൊട്ട് താഴെ കണ്ടോ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എഴുതിയിരിക്കുന്നത്? 3 × 3 = 9. 3 തവണ 3 ആഡ് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ 3 times 3 എന്ന് എഴുതുന്നത്. അതായത് 3 × 3 എന്ന് എഴുതുന്നത്. സെക്കൻഡ് വൺ നോക്കിയേ. 4 ഫ്ലവേഴ്സ് വീതമുള്ള 3 ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലേ ഇവിടെ? 4 ഫ്ലവേഴ്സ് വീതമുള്ള 3 ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ 4 + 4 + 4 ടോട്ടൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? നമ്മുടെ ഒന്ന് എണ്ണി നോക്കിയാ പിക്ചറിനകത്ത്. അതിനകത്ത് എണ്ണി നോക്കിയാൽ മതി. 1 2 3 4 5 6 7 8 9 10 11 12 ഫ്ലവേഴ്സ് ഉണ്ട്. അതായത് 4 + 4 + 4 = 12. 3 തവണ 4 ആഡ് ചെയ്താൽ നമുക്ക് 12 കിട്ടും. ദാറ്റ് മീൻസ് 3 times 4 = 12. അതായത് 3 × 4 = 12. 3നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. നെക്സ്റ്റ് തേർഡ് വൺ. അതെന്താ? അത് ടൊമാറ്റോ അല്ലേ? 2 ടൊമാറ്റോസ് വീതമുള്ള എത്ര ഗ്രൂപ്പ്സ് ഉണ്ട് അവിടെ? 5 ഗ്രൂപ്പ്സ് ഉണ്ട്. 2 ടൊമാറ്റോസ് വീതമുള്ള 5 ഗ്രൂപ്പ്സ് ഉണ്ട്. ടോട്ടൽ എത്ര ടൊമാറ്റോസ് ഉണ്ടെന്ന് ഒന്ന് എണ്ണി നോക്കിയേ. ടോട്ടൽ എത്ര ടൊമാറ്റോസ് ഉണ്ടെന്ന് ഒന്ന് എണ്ണി നോക്കിയേ. എത്ര എണ്ണം ഉണ്ട്? 10 അല്ലേ? അതായത് 2 + 2 + 2 + 2 + 2 = 10. 5 times നമ്മൾ 2 ആഡ് ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും. അതായത് 5 × 2 = 10. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് വൺ ഒന്ന് എഴുതി നോക്കിയേ. താക്കോൽ, എത്ര താക്കോൽ ഉണ്ട് അവിടെ? 5 കീസ് വീതമുള്ള 2 ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലേ? 5 + 5 എത്രയാ? 5 + 5 10. That means 2 × 5. 2 times 5 = 10. 2 times 5 = 10. അതേപോലെ നെക്സ്റ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? നെക്സ്റ്റ് 4 എണ്ണം. 3 + 3 = 6. 2 × 3 = 6. അതേപോലെ അടുത്തത് സെക്കൻഡ് വൺ. 2 + 2 + 2 + 2 + 2 + 2 = ടോട്ടൽ എത്ര മഗ് അവിടെ ഉണ്ടെന്ന് എണ്ണി നോക്കിയേ. ടോട്ടൽ എത്ര മഗ് ഉണ്ടെന്ന് എണ്ണി നോക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 മഗ്സ് ഉണ്ട് അല്ലേ? 6 times 2 ആഡ് ചെയ്യുമ്പോൾ 12 എന്ന് കിട്ടും. അതായത് 6 × 2 = 12. അഡീഷൻ ഫാക്ടറിനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റുന്ന സമയത്ത് എന്ത് വരും? 6 times 2 ആഡ് ചെയ്താൽ 12 എന്ന് കിട്ടുന്നു. ദാറ്റ് മീൻസ് 6 × 2 = 12. എന്താ ശോഭറ? മിസ്സേ, രണ്ടാമത്തെ മൂന്നാമത്തെ എഴുതാൻ പറയുന്നേ.
പേജ് നമ്പർ 72 എന്തേ? രണ്ടാമത്തെ മൂന്നാമത്തെ ഒന്ന് പറഞ്ഞുതരാ. ഏത് രണ്ടാമത്തെ മൂന്നാമത്തെ? പേജ് നമ്പർ 72. പേജ് നമ്പർ 72 രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി മൂന്നാമത്തെ പറയുന്നു. മിസ് പറയുന്നത് വരെ എല്ലാവരും എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞില്ലേ? ഇനി ഏതാ പറയണ്ടേ? തേർഡ് വൺ, സി ബിറ്റിലെ തേർഡ് വൺ അതല്ലേ പറയണ്ടേ? അതായത് അവിടെ നൂലിന്റെ കുറെ ബോൾസ് കാണുന്നുണ്ട് അല്ലേ? 4 ബോൾസ് വീതമുള്ള 2 ഗ്രൂപ്പ്സ്, 4 + 4, 4 ബോൾസ് വീതമുള്ള 2 ഗ്രൂപ്പ്സ് ഉണ്ട്. 4 + 4 എത്രയാ? 4 + 4 എണ്ണി നോക്കിയേ. 1 2 3 4 5 6 7 8 8 ബോൾസ് ഉണ്ട് അവിടെ. That means 2 into 4 is equal to 2 times 4 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? 8 എന്ന് കിട്ടുന്നു. അതാണ് 2 into 4 is equal to 8. Okay. Then fourth one, stars. എത്ര സ്റ്റാർസ് ഉള്ള ഗ്രൂപ്പ് അവിടെ? 3 സ്റ്റാർസ് വീതമുള്ള 4 ഗ്രൂപ്പ്സ്. ലാസ്റ്റ് വൺ 3 സ്റ്റാർ വീതമുള്ള 4 ഗ്രൂപ്പ്സ് ഉണ്ട് അവിടെ. 4 ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ എങ്ങനെ എഴുതാം? 4 തവണ നമ്മൾ 3 ആഡ് ചെയ്യുന്നു. 4 തവണ 3 ആഡ് ചെയ്യുന്നു. 3 + 3 + 3 + 3 ടോട്ടൽ എത്ര സ്റ്റാർസ് ഉണ്ടെന്ന് നോക്കിയേ. 1 2 3 4 5 6 7 8 9 10 11 12 ടോട്ടൽ 12 സ്റ്റാർസ് ഉണ്ട്. ഓക്കെ, ടോട്ടൽ 12 സ്റ്റാർസ് ഉണ്ട്. അപ്പോ 4 times 3 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 12 എന്ന് കിട്ടും. That means 4 into 3. 4 times 3 ആഡ് ചെയ്യുന്നു. 4 into 3 is equal to 12. എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തതിനി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് പഠിക്കാനുണ്ട്. എന്താ പഠിക്കണ്ടേ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്. അതിൽ ഇന്ന് മിസ് 1ന്റെ ടേബിള് പറഞ്ഞുതരാം. എളുപ്പമാണ് പഠിക്കാൻ. എന്നാൽ ഇന്ന് 1ന്റെ ടേബിള് മാത്രം മതി. എന്ത് ചെയ്യണം എന്ന് വെച്ചാല് എന്താ ചെയ്യണ്ടേ? നിങ്ങൾ അത് ബൈ ഹാർട്ട് പഠിച്ചിട്ട് വോയിസ് ആയിട്ട് മിസ്സിന് അയച്ചു തരണം. നിങ്ങൾ കാണാതെ പറയുന്നത് മിസ്സിന് വാട്സപ്പിൽ അയച്ചു തരണം കേട്ടോ. എഴുതിയിട്ടൊന്നല്ല, എഴുതി പഠിക്കൊന്നും വേണ്ട. എഴുതി പഠിക്കണം. മിസ്സിന് അയച്ചു തരുമ്പോ നിങ്ങൾ വോയിസ് ക്ലിപ്പായിട്ട് അയച്ചു തരാം. നിങ്ങൾ കാണാതെ പഠിച്ച് പറയുന്നത് റെക്കോർഡ് ചെയ്തിട്ട് മിസ്സിന് അയച്ചു തന്നാൽ മതി. ഓക്കെ, പേഴ്സണൽ നമ്പറിലേക്ക് അയച്ചാൽ മതി, ഗ്രൂപ്പിൽ ഇടണ്ട. കേട്ടല്ലോ? അപ്പൊ ആദ്യം നമുക്ക് 1ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കാം. എന്താ ബിയോണ? പറഞ്ഞിടണ്ടേ? 1ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അതിപ്പോ മിസ് പറഞ്ഞു തരാം, എഴുതി തരാം. അത് പഠിച്ചിട്ട്. ഓക്കെ മിസ്. എല്ലാരും നോട്ട്ബുക്ക് എടുത്തോ? നോട്ട്ബുക്കില്ലേ കയ്യില്? നോട്ട്ബുക്ക് എടുത്തോ? എന്നിട്ട് എന്താ എഴുതണ്ടേ?
multiplication table of 1. എന്താ multiplication സ്പെല്ലിംഗ് അറിയോ? മൾട്ടിപ്ലിക്കേഷന്റെ സ്പെല്ലിംഗ് അറിയോ? മിസ് ടൈപ്പ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞുകൊണ്ട് നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ? മൾട്ടിപ്ലിക്കേഷന്റെ സ്പെല്ലിംഗ് എം എഴുതിക്കോ. എം പറഞ്ഞുകൊണ്ട് എഴുതണേ. യു എൽ ടി എം യു എൽ ടി ഐ പി എൽ ഐ സി എ ടി ഐ ഒ എൻ. മൾട്ടിപ്ലിക്കേഷൻ എന്താ സ്പെല്ലിംഗ്? എം യു എൽ ടി ഐ പി എൽ ഐ സി എ ടി ഐ ഒ എൻ. multiplication. Next, table. T-A-B-L-E. Table of 1. Multiplication table of 1. Multiplication table of 1. മിസ് എഴുതി തരുന്നത് പോലെ എഴുതണേ, നോട്ട്ബുക്കിൽ എഴുതണേ. 1 times 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 times 1 ആഡ് ചെയ്യാന്ന് വെച്ചാല് 1 into 1. 1 into 1 is equal to 1. 1 times 1 ആഡ് ചെയ്യാന്ന് വെച്ചാല് ഒരു തവണ 1 ആഡ് ചെയ്യുന്നു, ഒന്നിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 1 is 1. എങ്ങനെ ഇത് വായിക്കാം? 1 1 is 1. നെക്സ്റ്റ് 2 തവണ 1 ആഡ് ചെയ്യുന്നു. 2 തവണ 1 ആഡ് ചെയ്യുന്നു. 2 തവണ 1 ആഡ് ചെയ്താല് എത്ര കിട്ടും? 2 ones are 2. 2 തവണ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 അല്ലേ കിട്ടുന്നേ? അതായത് 2 times 1 ആഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് 3 times നമ്മൾ 1 ആഡ് ചെയ്യുന്നു. 1 plus 1 plus 1. 3 times 1 ആഡ് ചെയ്യുന്നു. അന്നേരം എത്ര കിട്ടും നമുക്ക്? 3 into 1 is equal to 3. 3 times 1 ആഡ് ചെയ്താല് 3 അല്ലേ കിട്ടുക? അല്ലേ? ഇനി 4 times 1 ആഡ് ചെയ്താലോ? 1 plus 1 plus 1 plus 1. 4 times 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 into 1 is equal to 4. 4 times 1 ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. 4 into 1 is equal to 4.
ഇനി 5 times 1 ആഡ് ചെയ്യുന്നു. 1 plus 1 plus 1 plus 1 plus 1. 5 times 1 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 5 into 1 is equal to 5. 5 times 1 ആഡ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടുന്നു. ഇനി 6 times 6 തവണ 1 ആഡ് ചെയ്താലോ? 1 plus 1 plus 1 plus 1 plus 1 plus 1. 6 times 1 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 into 1 is equal to 6. 6 into 1 is equal to 6. Next, 7 times 1 ആഡ് ചെയ്യുന്നു. 1 plus 1 plus 1 plus 1 plus 1 plus 1 plus 1. 7 times 1 ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 7 into 1 is equal to 7. 7 times 1 ആഡ് ചെയ്താൽ നമുക്ക് 7 കിട്ടും. 7 into 1 is equal to 7. Next, 8 times 1 ആഡ് ചെയ്യുന്നു. 1 plus 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 1. 8 times 1 ആഡ് ചെയ്യുന്നു. 8 into 1 is equal to 8. 8 into 1 is equal to 8. ഇനി 9 times 1 ആഡ് ചെയ്യുന്നു. 1 plus 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 1. 9 times 1 ആഡ് ചെയ്താൽ 9 into 1 is equal to 9. 9 into 1 is equal to 9. ഇനി 10 times 1 ആഡ് ചെയ്യുന്നു. 1 plus 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 1. 10 times 1 ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 10 times ആഡ് ചെയ്താൽ 10 into 1 is equal to 10 കിട്ടും. 10 into 1 is equal to 10. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. പേജ് നമ്പർ 73 മിസ് ഇപ്പൊ എഴുതി തന്നതുപോലെ തന്നെ ഉണ്ട്. അപ്പോ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് മിസ് ടൈപ്പ് ചെയ്തത് പോയി, സോറി. നിങ്ങൾ ടെക്സ്റ്റ് നോക്കി എഴുതിയാൽ മതിയേ. പേജ് നമ്പർ 73 ആ ടേബിൾ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ നോട്ടിൽ എഴുതി വെക്കുക. മിസ് ഇപ്പൊ അതുപോലെ തന്നെ എഴുതി തന്നത് അതേപോലെ നോട്ടിൽ ഫില്ല് ചെയ്യാം. അപ്പോ ടേബിൾ ഓഫ് 1 എങ്ങനെയാ നമ്മൾ പഠിക്കണ്ടേ? എങ്ങനെയാ പറഞ്ഞു പഠിക്കണ്ടേ 1ന്റെ ടേബിൾ? മിസ് പറയുന്നതിന്റെ കൂടെ എല്ലാരും ഒന്ന് പറയണേ. 1 1 is 1. 1 1 is 1. 2 1s are 2. 2 1s are 2. 3 1s are 3. എങ്ങനെ പറയാ? 3 1s are 3. 4 1s are 4. 4 1s are 4. 5 1s are 5. പറയുന്നുണ്ടോ മിസ്സിന്റെ കൂടെ? 5 1s are 5. 6 1s are 6. 6 1s are 6. 7 1s are 7. 7 1s are 7. 8 1s are 8. 8 1s are 8. 9 1s are 9. 9 1s are 9.
Last 10 ones are 10. 10 ones are 10. പഠിച്ചോ എങ്ങനെയാ പറയേണ്ടത്? പഠിച്ചോ എങ്ങനെയാ പറയേണ്ടതെന്ന് പഠിച്ചോ? One is 1, 2 ones are 2, 3 ones are 3, 4 ones are 4, 5 ones are 5, 6 ones are 6, 7 ones are 7, 8 ones are 8, 9 ones are 9, 10 ones are 10. ഇതുപോലെ നിങ്ങൾ ഈ ടേബിൾ പഠിച്ചിട്ട് മിസ്സിന് വോയിസ് അയച്ചു തരണം. പഠിക്കാൻ പറ്റുമല്ലോ? കുഴപ്പമില്ലല്ലോ? ഇന്ന് ആ ഒരു ടേബിൾ മാത്രം പഠിച്ചാൽ മതി. വേറെ ഹോംവർക്ക് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഈ ടേബിൾ പഠിക്കുക. മിസ് ഇപ്പൊ പറഞ്ഞു തന്നതുപോലെ തന്നെ പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? മിസ്സിന് വോയിസ് ആയിട്ട് അയച്ചു തരാം. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ നോക്കട്ടെ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് മിസ് ഒന്ന് നോക്കട്ടെ. ഓക്കെ? അപ്പൊ ഇന്ന് തന്നെ എല്ലാവരും പഠിക്കണേ. ഇന്ന് രാത്രി ആവുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇന്ന് രാത്രി ആവുമ്പോഴത്തേക്ക് തന്നെ പഠിക്കാം. സമയമുണ്ടല്ലോ. 1ന്റെ ടേബിൾ എല്ലാവരും പഠിക്കുക. എന്നിട്ട് മിസ്സിന് അയച്ചു തരാം. ഓക്കെ? അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 2ന്റെ ടേബിൾ പഠിക്കാനുണ്ട്, 3ന്റെ പഠിക്കാനുണ്ട്, 4ന്റെ പഠിക്കാനുണ്ട്, 5ന്റെ പഠിക്കാനുണ്ട്, 10ന്റെയും പഠിക്കാനുണ്ട്. അപ്പൊ ഇതെല്ലാം പഠിക്കണമെങ്കിൽ എന്ത് വേണം? നന്നായിട്ട് പറയാൻ പഠിക്കണം. എങ്ങനെ ടേബിൾ ചൊല്ലി പറയുന്നതെന്ന് ശരിക്ക് പഠിക്കണം. അതിന് വേണ്ടിയിട്ട് 1ന്റെ ടേബിൾ കൃത്യമായിട്ട് പറയാം. തെറ്റുണ്ടെങ്കിൽ മിസ് പറഞ്ഞുതരാം. ഓക്കെ? അപ്പൊ ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ? ബൈ.